കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ മുറുകുമ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് ഡൽഹിയിലേക്കാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങളും അണിയറ നീക്കങ്ങളും തിരുവനന്തപുരത്ത് തകൃതിയായി നടക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ രാഷ്ട്രീയ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലേക്ക് ശശി തരൂർ കടന്നു ചെല്ലുന്ന ആ ദൃശ്യങ്ങൾ വെറും ഒരു സന്ദർശനമായി കാണാൻ കഴിയില്ല. ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകർ അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തൊട്ടു മുൻപ് തരൂർ നടത്തിയ ഈ നീക്കം കൃത്യമായ പ്ലാനിങ്ങോടെയുള്ള ഒരു വരവ് ആണെന്ന് വ്യക്തം. പഠിക്കൽ ചെന്ന് വെറുതെ ഒന്ന് മുട്ടി നോക്കാനല്ല തരൂർ ഖർഗെയ്ക്ക് മുന്നിൽ എത്തിയതെന്ന് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് തന്റെ കൃത്യമായ നിലപാട് തരൂർ ഖർഗെയെ ധരിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം അദ്ദേഹം ആരെയാണ് പിന്തുണച്ചത് എന്നതാണ്. ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനായ KC വേണുഗോപാലിനൊപ്പമാണോ അദ്ദേഹം നിൽക്കുന്നത്, അതോ കേരളത്തിലെ കരുത്തരായ VD സതീശനോടോ രമേശ് ചെന്നിത്തലയ്ക്കോ ഒപ്പമാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരൂർ തന്റെ ട്വിറ്റർ ഹാൻഡിലിൽ പങ്കുവച്ച ചിത്രങ്ങളിൽ പോലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കേരളത്തിലെ പ്രത്യേക സാഹചര്യം ഖർഗെയെ ബോധ്യപ്പെടുത്തിയെന്ന് പറയുമ്പോൾ അതിൽ ഒരു വലിയ ട്വിസ്റ്റ് ഒളിഞ്ഞിരിപ്പുണ്ട്. കേരളത്തിലെ ജനപിന്തുണയും പ്രത്യേകിച്ച് പാർട്ടിയിലെ യുവനിരയുടെ താല്പര്യവും തന്റെ കയ്യിലുണ്ടെന്ന് ഹൈക്കമാൻഡിനെ ഓർമ്മിപ്പിക്കുക കൂടിയാണ് തരൂർ ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന വലിയ പ്രതിസന്ധിക്കുള്ള ഒരു ഒറ്റമൂലിയായാണ് തരൂർ സ്വയം അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ ഗ്രൂപ്പ് പോരുകളിൽ തളർന്നു നിൽക്കുന്ന പാർട്ടിക്ക് ഒരു ആഗോള മുഖവും ജനകീയ അടിത്തറയുമുള്ള നേതാവിനെ ആവശ്യമുണ്ടെന്ന സന്ദേശമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. അദ്ദേഹം ആരെയും പരസ്യമായി പിന്തുണയ്ക്കാതെ നിഷ്പക്ഷത പാലിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിലും അന്തിമ തീരുമാനമെടുക്കുന്നതിൽ തരൂരിന്റെ വാക്കിന് വലിയ വിലയുണ്ടാകും. ഒരുപക്ഷെ ഗ്രൂപ്പുകൾ തമ്മിൽ കൊമ്പുകോർക്കുമ്പോൾ ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മൂന്നാമതൊരാളായി തരൂർ തന്നെ കളം പിടിക്കുമോ എന്ന ആശങ്കയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾക്കുണ്ട്. ഇത് കേവലം ഒരു കൂടിക്കാഴ്ചയല്ല, തരൂർ എന്ന നയതന്ത്രജ്ഞന്റെ രാഷ്ട്രീയ ചതുരംഗക്കളത്തിലെ കൃത്യമായ കരുനീക്കമാണ്. ഹൈക്കമാൻഡിന് മുന്നിൽ അദ്ദേഹം വെച്ച ഫോർമുല എന്തായിരിക്കും? ഗ്രൂപ്പ് അതിപ്രസരമില്ലാത്ത ഒരു പുത്തൻ കേരള കോൺഗ്രസ് ആണോ, അതോ തനിക്കു കൂടി സ്വീകാര്യനായ ഒരു മുഖ്യമന്ത്രിയാണോ അദ്ദേഹത്തിന്റെ ലക്ഷ്യം? നിരീക്ഷകർ ഖർഗെയെ കാണുന്നതിനു മുമ്പേ തന്നെ കളമൊരുക്കിയ തരൂർ മുഖ്യമന്ത്രി നിർണയത്തിൽ താനൊരു ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തരൂരിനുള്ള സ്വീകാര്യത ഹൈക്കമാൻഡിന് അത്ര വേഗത്തിൽ അവഗണിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ നടന്ന ഈ കൂടിക്കാഴ്ച വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ഭൂകമ്പങ്ങൾ സൃഷ്ടിക്കുമെന്നുറപ്പാണ്. മല്ലികാർജ്ജുൻ ഖർഗെയുടെ മുറിയിൽ വെച്ച് തരൂർ കുറിച്ച ആ തിരക്കഥയിൽ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയുടെ പേരുണ്ടാകുമോ, അതോ തരൂർ തന്നെ ആ കസേരയിലേക്ക് നേരിട്ട് നടന്നു കയറുമോ? സസ്പെൻസുകൾ ഇനിയും ബാക്കിയാണ്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ശശി തരൂർ എന്ന ഈ ഗ്ലോബൽ മലയാളി കോൺഗ്രസിന്റെ രക്ഷകനായി അവതരിക്കുകയാണോ, അതോ കിങ് മേക്കറായി കളി നിയന്ത്രിക്കുകയാണോ എന്ന് വരും മണിക്കൂറുകൾ നമുക്ക് പറഞ്ഞു തരും.